വേഗം പാടും. ഇവിടെ വിശന്നിട്ട് ചാരമില്ലല്ലോ. നമുക്ക് രമേശ് ചാറിന്റെ കടയിൽ നിന്ന് ചായ കുടിച്ചാലോ? അതിൻ്റെ അടുക്ക് പൈസ ഒന്നും കൊണ്ടാ? എൻ്റെ കയ്യിൽ എടുത്ത പൈസ അത്യാവശ്യം കുറിക്കാരനെ കൊടുക്കുന്ന നീ കണ്ടിട്ടില്ലേ? എൻ്റെ കയ്യിലൊന്നുമില്ല. എൻ്റെ അടുത്ത് 50 ഉറുപ്പിക ഉണ്ട്. ആ മതി, 2 പൊറോട്ടയും സാലിൽ നിന്നാ. അതെയാ? ഞാനാണെങ്കിൽ രമേശേട്ടൻ്റെ കടയിൽ ഇതുവരെ പോയിട്ടില്ല. ഓർക്കൊരു സന്തോഷമാട്ടെ. ഈ ഹോട്ടൽ കൊണ്ടും കൂടി രക്ഷപ്പെട്ടാൽ മതിയോ അല്ലേ? പേടിയിലും തുടങ്ങി. രമേശ് ചേട്ടാ, നിങ്ങളെവിടെ പോയി? നിങ്ങളിവിടെ തുടങ്ങിയതിന് ശേഷം ഇങ്ങോട്ട് കയറാൻ പറ്റിയാ? അതെയാ ചേട്ടാ, കഴിക്കാൻ നിൽക്കണ്ടേ? പൊറോട്ട രണ്ടാക്കും പൊറോട്ട മതിയാ? അല്ല രമേശ് ചേട്ടാ, ഇത് വനിതാ ഹോട്ടലിൽ നിന്നായിട്ട് വനിതകളൊന്നും കാണാതെ. എടോ, അത് എന്റെ മോളെ പേര് വിനീതാന്ന്. ഓൻ പള്ളിയിടാൻ വിട്ടുപോയതാ. അതുകൊണ്ട് അനക്കിപ്പോ ഒരു കോണായി. നിങ്ങളോട് ഇന്നലെ അനീഷ് എന്നും പറഞ്ഞാ എന്തേലും ഓൻ്റെ വൃത്തിയായിട്ട് പഠിപ്പെടും. എപ്പം പേര് 2 പൊറോട്ടയുമായി സാലിനുമായി മൊബൈൽ കൊണ്ട് ഇവിടെ കുത്തിരിക്കും മണിക്കൂർ കണക്കിന്. ഇന്നലെ നല്ലോണം ഞാൻ ചീത്ത പറഞ്ഞു. എന്തിന്? ഈ ബീഫും മീൻ കറിയിലും എന്ന് പറഞ്ഞ നാട്ടുകാർ കാണാൻ ഉണ്ടാക്കി വെച്ച. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കറിയിട്ടുണ്ട്? രമേശ് ചേട്ടാ, പാത്രം കഴുകി വെച്ചാ? പാത്രം ഒന്നും കഴിയില്ല, കുറേ കഥയുണ്ട്. ഇന്നൊരു ബീഫ് ഫ്രൈ ആണ്. ഒരു ബീഫ് ഫ്രൈ